രാമൻകുട്ടി, സംഗതിയൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഈ 51 പവൻ എന്ന് പറഞ്ഞാലേ ഭയങ്കര പ്രശ്നമാണല്ലോ. ചേച്ചി, അത് ഈ ചെക്കൻ വലിയ യൂട്യൂബർ ഒക്കെ അല്ലേ, അതാണ്. പൈസ നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ ഈ സ്വർണത്തിന്റെ കാര്യം വരുമ്പോഴേ അതിലേ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് സംസാരിച്ചു നോക്കാം. ഞാൻ സംസാരിച്ചു നോക്കാം ചേച്ചി. ആ പുള്ളി ഓരോരോ സ്വഭാവ നോക്കിട്ട് പറയാം. ഈ 51 പവൻ എന്ന് പറഞ്ഞാലേ ചേച്ചി ഒരു കാര്യം ചെയ്യും, ഞാൻ പറയണ പോലെ അങ്ങ് ചെയ്യും. നമുക്ക് അതിൻ്റെ അകത്തൊരു ചെറിയ കളി കളിച്ചു നോക്കാം. എടാ ബ്രോക്കർ രാമൻകുട്ടി, നീ ഭയങ്കരനാട്ടോ. എല്ലാം നീ പറഞ്ഞ പോലെ സെറ്റ് ചെയ്യാം. അപ്പൊ നേരി കാണാം. ഓക്കെ. ഞങ്ങള് പ്രതീക്ഷിച്ചതിലും കുറച്ച് നേരത്തെ എത്തിപ്പോയി, ക്ഷമിക്കണം. ചേച്ചിക്ക് ബുദ്ധിമുട്ടായോ? ഏയ്, അത് കുഴപ്പമില്ല. നിങ്ങൾ ഇത്ര പെട്ടെന്ന് എത്താൻ ട്രാക്ടറിലാണോ വന്നേ? ഫലിതം കേവായിരിക്കണം. ഇത് ചെറുക്കന്റെ അച്ഛൻ, അത് ചെറുക്കൻ പ്രസാദ്. ഞാൻ ജാനകി, വെറും ജാനകി. അല്ല ജാനകിയമ്മ, നിങ്ങളുടെ കുടുംബ പേര്? ഞങ്ങളുടെ പഴയ ഫാമിലിയാ, തെങ്ങുമൂട്ടിൽ എന്ന് പറയും. ഓ എടാ, തെങ്ങുമൂട്ടിലെ കുടുംബക്കാരാ. അപ്പോ കുട്ടിയുടെ അച്ഛൻ? പുള്ളി വലിയ തറവാടാ, കൊപ്രാക്കുളത്തിൽ. കേട്ടിട്ടില്ലേ? കൊപ്രാക്കുളത്തില്? പുള്ളി ഞങ്ങളുടെ തെങ്ങുന്തോപ്പിലേ നാളികേരം ഇടിയിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഒരു വലിയ തേങ്ങാക്കൊല തലയിൽ വീണ് പുള്ളി ആ സ്പോട്ടിൽ മരിച്ചുപോയി. ഈ റോൾസ് റോയ്സ് ഒക്കെ തട്ടി മരിച്ചു എന്ന് പറയണ വില കൂടിയ മരണമായിരുന്നു. അതെ അതെ, ഒരു കുല തേങ്ങ വീണ് മരിക്കും എന്നൊക്കെ പറഞ്ഞാ ചിന്തിക്കാൻ പോലും പറ്റില്ല. ഭാഗ്യവാൻ, അല്ലാണ്ട് ഇപ്പൊ ഒന്നും പറയാനില്ല. സത്യം എന്റെ ദിവാകരേട്ടാ, മരണത്തിന് പോലും എന്തൊരു ആഠ്യത. അല്ല ചേച്ചി, മോളെവിടെ? കണ്ടില്ലല്ലോ. നിങ്ങൾ ഇത്ര നേരത്തെ വരുന്ന പ്രതീക്ഷിച്ചില്ല. അവള് കുളിക്കാൻ കയറിയിട്ടേ ഉള്ളൂ. അവൾക്ക് എല്ലാ ദിവസവും വെളിച്ചെണ്ണയും തേച്ച് വിസ്തരിച്ചൊരു കുളിയുണ്ട്. എടാ, വെളിച്ചെണ്ണ തേച്ച്? അവളുടെ ഓരോ ശീലങ്ങളെ വൈകുന്നേരം കാച്ചി വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിലോ തേച്ച് കുളിക്കും. 2 നേരവും വെളിച്ചെണ്ണ തേച്ചാ കുളി? അത് തേങ്ങാപ്പാല് വെളിച്ചെണ്ണ. കോളടിച്ചു. പിന്നെ മെഴുക്ക് കളയാൻ അവള് സോപ്പ് ഒന്നും ഉപയോഗിക്കില്ല, തേങ്ങാപ്പിണ്ണാക്ക് തേച്ചാ കുളി. തേങ്ങാപ്പിണ്ണാക്കും? ഞങ്ങൾക്ക് ഈ തേങ്ങയൊക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ടേ നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാൻ നോക്കട്ടെ അവളുടെ കുളി കഴിഞ്ഞു. ശരി ചേച്ചി. എന്റെ പൊന്നു ദിവാകരേട്ടാ, സൂപ്പർ ലോട്ടറി അടിച്ചേക്കണേ. 2 നേരം വെളിച്ചെണ്ണ തേച്ച് കുളി, മെഴുക്ക് കളയാൻ തേങ്ങാപ്പിണ്ണാക്ക്. ഇതിലും വലിയ പണക്കാരെ ഇനി കിട്ടാനും. അതേടാ രാമൻകുട്ടി, ഓ ഇവന്റെ ഒരു ഭാഗ്യം. പ്രസാദേ, ദേ ഇതാ എന്റെ മോള് കൽപ്പക. മോളെ മോളെ, അവർക്കേ ചെന്തകിന്റെ കരിക്ക് ഷേക്ക് കുടിക്കാൻ. കരിക്ക് ഷേക്കോ? മഴയൊക്കെ അല്ലേ, കരിക്ക് ഷേക്ക് വേണ്ട, ചായ മതി. വെറും ജാനകിയമ്മേ, അല്ലടാ? ഓ അതിനെന്താ, ആയിക്കോട്ടെ. എടീ, നമ്മുടെ തെങ്ങിൻതോപ്പിലെ മണ്ട പോയ തെങ്ങ് പോലെ നിക്കാണ്ട് പോയി ചായ എടുത്തോണ്ട് വാടി. തെങ്ങുന്തോപ്പ്? അപ്പോഴവിടെ സ്വർണത്തിന്റെ കണക്കും പറഞ്ഞുകൊണ്ടിറങ്ങി. ജന്മത്ത് കുടിക്കാൻ പറ്റുമോ ഇതുപോലെ വിലയുള്ള പാത്രത്തില് ചായ? ആ തലയിൽ കെട്ടേക്കുന്ന ഹെയർബാൻഡിന് എന്നാ വിലയാണെന്ന് അറിയാൻ വെച്ചാ. ഓ എന്താ കോടീശ്വരാ, ചായ കുടിക്ക്. ഈ രാമൻകുട്ടി കൈവച്ചു തോന്നുന്നു. നിങ്ങൾ ചായ കുടിച്ചില്ലേ? കുടിക്കാൻ കേട്ടോ രാമൻകുട്ടി. ഇത് ഞങ്ങളുടെ തന്നെ കൊപ്രയുള്ള ആട്ടിയ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ പലഹാരങ്ങളാ. വെളിച്ചെണ്ണയിൽ വറുത്ത്? വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയത് മാത്രല്ല രാമൻകുട്ടി, ഇത് മാവില് നല്ലോണം തേങ്ങ അരച്ചുണ്ടാക്കിയതാ. നിങ്ങൾ ചായ കുടിക്കുന്നേ? ആയിക്കോട്ടെ, കുടിച്ചോളാലോ. ഇതെന്താ വെറും ജാനകിയമ്മ, ഈ ചായക്കൊരു അപാര ടേസ്റ്റ്. അതോ, ഞങ്ങള് തേങ്ങാപ്പാലിലാ ചായ ഉണ്ടാക്കണേ, അതിന്റെയാ. എന്റെ ദിവാകരേട്ടാ, തേങ്ങാപ്പാലില് ചായ അമ്പാനി കുടിക്കുവാ. പോകാൻ ധൃതിയില്ലെങ്കില് തേങ്ങാച്ചോറും 10 കൂട്ടം തേങ്ങാ ചമ്മന്തിയാ ഉള്ളത്, അത് കഴിച്ചിട്ട് പോവാം. കഴിക്കലൊക്കെ പിന്നെ ആവാലേ അല്ലേ? കഴിച്ചു കഴിഞ്ഞാ അവിടെ കൈ കഴുകാം, നാളികേര സോപ്പുണ്ട്. വെറും ജാനകിയമ്മേ, ചായ അടിപൊളി. പ്രസാദിന്റെ അച്ഛാ, അവിടെ കൈ കഴുകാട്ടോ. അത് ഞങ്ങളുടെ തന്നെ പറമ്പിലെ ചകിരിയും കൊണ്ട് ഉണ്ടാക്കിയ ചവിട്ടിയാ. ചകിരി ചവിട്ടി?
എന്റെ ദൈവമേ. ഇതെന്താ വെറും ജാനകിയമ്മേ? ഇത് തേങ്ങ ഒതിക്കണ മെഷീനാ പ്രസാദിന്റെ അച്ഛാ. ഇന്നലെ 10,000 തേങ്ങ വെച്ചിട്ട് ആ കൃഷ്ണൻ അത് ഇവിടെ കൊണ്ടുവച്ചു. 5000 തേങ്ങ. മഴ കാരണം എല്ലാ തോട്ടത്തിലും ഇടാൻ പറ്റില്ല. ദിവാരേട്ടാ, കൽപ്പകേ മോളെ ഇതൊക്കെ അങ്ങ് എടുത്തോ. അതെ ദിവാരേട്ടാ, ഇതിലിനി കൂടുതലൊന്നും ആലോചിക്കാനില്ല. അവർക്ക് ചെറുക്കനെ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ ഈ 51 പവനുള്ള പിടുത്തം മാത്രമാണ് അവർക്ക് പറ്റാത്തുള്ളൂ. എടാ, അതിന് എന്റെ ചെറുക്കൻ അത്ര നിസ്സാരക്കാരനല്ല. അവൻ ഭയങ്കര യൂട്യൂബർ അല്ലേ? എൻ്റെ ചേട്ടൻ അതുകൊണ്ടാണ് പറഞ്ഞേ, ഇപ്പം ചേട്ടനൊന്ന് അഴിഞ്ഞു പിടിച്ചാൽ നാളെ പ്രസവം നടക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്ത് അവർക്ക് ഇഷ്ടം പോലെ കാശുണ്ടാക്കാൻ പാടില്ലേ? ഈ പറഞ്ഞ 51 പകരം 101 പവൻ കിട്ടാനുള്ള കാശ് അതിൽ നിന്ന് ഉണ്ടാക്കാം. അത് ഞാൻ ഷൂട്ട് ചെയ്യും. അതിന് ഭയങ്കര മാർക്കറ്റാ. കണ്ടോ, അവനറിയാൻ കാര്യങ്ങൾ. അതുകൊണ്ട് ചേട്ടനെ 51 കുറച്ചൊരു 10 വാ, ബാക്കി ഞാൻ സെറ്റാക്കാം. ജാനകിയമ്മേ, നമ്മുടെ തേങ്ങാ പരിപാടി ഏറ്റു. പുള്ളി കുറയ്ക്കാന്നുള്ള അര മനസ്സിൽ നിൽക്കുക. എടാ രാമൻകുട്ടി, നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വച്ച് കാച്ചിട്ടുണ്ട്. ആ ചെറുക്കനെ ഇണങ്ങി വിടാനും തോന്നുന്നില്ല. ഞാൻ ഒന്നുകൂടെ ഒന്ന് രാഗി നോക്കട്ടെ കേട്ടോ. ചേട്ടാ, ഈ വെറും ജാനകിയമ്മ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. അതുകൊണ്ടൊരു 10 പവൻ പോട്ടെ, 15 പവൻ ഉറപ്പിക്കല്ലേ. ഇത്രയും തേങ്ങ എടുക്കാനുള്ള ഈ വീട്ടിലെ 51 പവൻ എടുക്കാനില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ പട്ടി വിശ്വസിക്കും. ഞാൻ 101 ആക്കി. ആ ചേട്ടാ, ചേച്ചി, ഇത്രയും തേങ്ങ കാണുമ്പോൾ സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയുന്നു വിചാരിച്ചു ചേച്ചി. ഫ്ലോപ്പായി പോയി.